السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي. على أمة محمد صلى الله عليه وسلم. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദിവസം, ശറഫാക്കപ്പെട്ട ഈ സമയം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ ലോക മുസൽമാന്റെ ഹജ്ജെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധമായ ജുമുഅക്ക് വേണ്ടി നാം ഒരുമിച്ച് കൂടിയത് അല്ലാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകളിൽ വല്ല വീഴ്ചകളും അദബുകളും സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ ഗഫാറായ പടച്ച റബ്ബ് സാധുക്കളായി നമുക്കത് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മൾ ചെയ്യുന്ന ദുആകൾക്ക് അല്ലാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ആയുസ്സിനിടയിൽ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവാപരാധങ്ങളും സർവാധിരാജനായ പടച്ച തമ്പുരാൻ സാധുക്കളായ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ഇനിയുള്ള ആയുസ് കാലം ചെറുതും വലുതുമായ സകല ഹറാമുകളിൽ അല്ലാഹു നമുക്ക് സലാമത്ത് നൽകുകയും ജീവിതം ഹൈറാകുന്ന കാലത്തോളം അല്ലാഹുവിന്റെ പരിപൂർണ പൊരുത്തത്തിൽ യഥാർത്ഥ മുഅ്മിനായി, മുസ്ലിമായി, മുഖ്ലിസായി, മുത്തഖിയായി ജീവിക്കാനും മരണം ഹൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സ്വർഗം കണ്ട് സന്തോഷത്തോടുകൂടെ മരിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ 3 സഹോദരിമാർക്ക് ക്യാൻസർ ബാധിച്ച് ഇവിടെ ഹോസ്പിറ്റലിൽ ചികിത്സയിലുണ്ടായിരുന്നു. അതിൽ 34 വയസ്സുകാരിയായ 5 മക്കളുടെ മാതാവായ ഒരു സഹോദരി കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം മരണപ്പെട്ടു എന്നുള്ള വിവരം ആ സഹോദരി ഇന്നലെ അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിക്ക് കാമിലായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ഖബറിൽ എല്ലാ അദാബിൽ നിന്നും അവർക്ക് അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ സ്വർഗ്ഗലോകത്ത് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചെന്ന് ചേരാനുള്ള ഭാഗ്യം അവർക്കും നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആ കുഞ്ഞു മക്കൾക്ക്, കുടുംബത്തിന് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ഖൈറായ പകരക്കാരെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ മഹാനായ ശൈഖ് റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ആണ്ട് ദിവസമാണ്. സാധിക്കുന്ന ആളുകളൊക്കെ ഒഴിവനുസരിച്ച് അവരുടെ ഹദ്റത്തിലേക്ക് യാസീൻ ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് മഹാനെ തവസ്സുൽ ചെയ്ത് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇശാ നിസ്കാരത്തിന് ശേഷം നമ്മുടെ ഈ പള്ളിയിൽ വെച്ച് മഹാനായ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള മൗലിദും പ്രത്യേക ദുആയും ഉണ്ടായിരിക്കുന്നതാണ്.
നമ്മളെല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച മഗ്‌രിബിന് ശേഷം നടത്തുന്ന ക്ലാസ്സിന് പകരം ഇന്ന് മഗ്‌രിബിന് ശേഷം ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, പകരം ഇന്ന് ഇശാ നിസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് റിഫാഇ മജ്ലിസ് സംഘടിപ്പിക്കണം. സാധിക്കുന്ന ആളുകളൊക്കെ ഒരുവിധം ആ മജ്ലിസിൽ പങ്കെടുക്കാൻ, ആ ദുആയിൽ പങ്കുചേരാൻ സാധിക്കുന്ന സൗകര്യപ്പെടുന്ന സഹോദരന്മാരെല്ലാവരും ആ മജ്ലിസിലേക്ക് എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ ഹഖ്ഖ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ഈ കലുഷിതമായ കാലഘട്ടത്തിൽ രക്ഷപ്പെട്ട് ജീവിക്കുക, ഈമാൻ സംരക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ അധികം പ്രയാസകരമായ ഈ സാഹചര്യത്തിൽ അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുക, അവരോട് മഹബ്ബത്ത് വെച്ച് കഴിവിന്റെ പരമാവധി അവരെ പിൻപറ്റി അവരുടെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടാൻ ദുആ ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊക്കെ വിജയിക്കാനുള്ള ഒരു മാനദണ്ഡം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സാധിക്കുന്ന ആളുകളൊക്കെ ഇശാഇന് ശേഷം ആ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ഒരുമിച്ചിരിക്കുകയാണ്. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടടുത്ത് അഖറ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അവിടുത്തെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു, ചെറിയ കുഞ്ഞുമോനാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോൻ അവിടേക്ക് വന്നു. പുന്നാര റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുഞ്ഞുമോനെ എടുത്തു, മടിയിലിരുത്തി അവിടുത്തെ കവിൾത്തടത്തിൽ ചുംബിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ ആ കുട്ടി പുന്നാര റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഈ രംഗം കണ്ടപ്പോൾ അഖറ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് 10 മക്കളുണ്ട്. തമീം ഗോത്രക്കാരുടെ നേതാവാണ് അഖറ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് 10 മക്കളുണ്ട്. ഒരു കുട്ടിയെ പോലും ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ മറുപടി പറഞ്ഞു, കരുണ ചെയ്യാത്തവരോട് കരുണ ചെയ്യപ്പെടുകയില്ല, സ്നേഹിക്കാത്തവരെ സ്നേഹിക്കപ്പെടുകയില്ല. മക്കളെ സ്നേഹിക്കാത്തവരെ, മക്കളോട് കരുണ ചെയ്യാത്തവരോട് ആ മക്കൾ വളർന്നു വലുതായി മക്കളുടെ കാരുണ്യവും കരുതലും പിതാവിന്റെ ആവശ്യമാകുന്ന സാഹചര്യത്തിൽ സന്ദർഭത്ത് ആ മക്കളാൽ സ്നേഹിക്കപ്പെടുമെന്ന് അല്ലെങ്കിൽ പരിചരിക്കപ്പെടുമെന്ന് ഒരാളും സ്വപ്നം കാണണ്ട. കരുണ ചെയ്യാത്തവരോട് കരുണ ചെയ്യപ്പെടുകയില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ നവംബർ 14 ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ശിശുദിനമാണ്, ബാലാവകാശ ദിനമാണ്, അല്ലെ? അതോടൊപ്പം നവംബർ 20 ലോകാടിസ്ഥാനത്തില് ശിശുദിനമായി ആചരിക്കുന്നതാണ്. ഇന്ത്യ രാജ്യം നവംബർ 14 ആചരിക്കാനുള്ള കാരണം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്ന നെഹ്റുവിന്റെ ജന്മദിനത്തിൽ ആ നെഹ്റുവിന്റെ സ്മരണാർത്ഥമാണ് നവംബർ 14 നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നത്, ബാലാവകാശ ദിനമായി ആചരിക്കുന്നത്. അഥവാ കുട്ടികൾക്ക് 4 കാര്യത്തിലുള്ള അവകാശം, അതിന്റെ ഫറഉകൾ, ശാഖകൾ ഒരുപാടുണ്ട്. അടിസ്ഥാനപരമായി 4 അവകാശങ്ങൾ കുട്ടികൾക്ക് വകവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ശിശുദിനം ആചരിക്കുന്നതിന്റെ പ്രധാനമായ ലക്ഷ്യം. അതിൽ ഒന്നാമത്തെ അവകാശം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം, നമ്മുടെ സ്റ്റേറ്റ് ഒക്കെ ബാലവേലയെ ഒരിക്കലും അനുവദിക്കാത്ത ശിക്ഷാർഹമായി കാണുന്ന പ്രവൃത്തിയാണ്. അതുപോലെ ലിംഗനിർണയം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഗർഭസ്ഥ ശിശുവിനെ ലിംഗനിർണയം നടത്തല് അത് കുറ്റമാണ്. ഭ്രൂണഹത്യ അത് കുറ്റമായി പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും പണത്തിന്റെയോ മറ്റോ സ്വാധീനത്തിൽ ഇന്ന് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭ്രൂണഹത്യ എന്ന് പറയുന്നത് അത് അത്ര വലിയ ഒരു പ്രശ്നമല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമ്മള്
നവംബർ 14 ഇന്നലെ നമ്മുടെ രാജ്യം ശിശുദിനമായി ആചരിച്ചെങ്കിൽ നവംബർ 20 ലോകാടിസ്ഥാനത്തിൽ ശിശുദിനമായി ആചരിക്കപ്പെടാൻ കാത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ, ആഘോഷിക്കപ്പെടാൻ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുടെ പ്രഥമ അവകാശമായ പ്രാധാന്യ അവകാശമായ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് ലോകാടിസ്ഥാനത്തിൽ എത്രത്തോളം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു വേള ഗസയിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങളെ മക്കളെ കൊന്നുകളയരുത്. ആരോടാ പറയുന്നത്? തനിക്ക് ജനിച്ചതൊരു പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജീവനോടെ ആ പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടിയിരുന്ന, പെണ്ണെന്നാൽ കേവലം ഉപഭോഗ വസ്തുവായി മാത്രം കണ്ടിരുന്ന, പെണ്ണ് ജനിക്കുന്ന തറവാട് ശാപം പിടിച്ച വീടാണെന്ന മിഥ്യാധാരണയിൽ കഴിഞ്ഞിരുന്ന ലോകജനത അറബികൾ 6-ാം നൂറ്റാണ്ടിന്റെ തമോയുഗത്തിലെ തമസ്സുമുറ്റിയ അറബി ലോകത്തോടാണ് വിളിച്ചു പറയുന്നത്, വലാത്ത ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങളെ കുട്ടികളെ കൊന്നുകളയരുത്. ഇന്നലെ സോഷ്യൽ മീഡിയ ഇന്നലെയും മിനിഞ്ഞാന്നുമായി ആഹ്ലാദിച്ച ഒരു കാര്യമാണ്, കൊണ്ടാടിയ ഒരു കാര്യമാണ്. ഒരു മാതാവും ആ മാതാവിന്റെ മാതാവും അതുപോലെ ഒരു സഹോദരിയും കൂടിയിട്ട് ഒരു നവജാത ശിശുവിനെ വിളിക്കുകയാണ്. നവജാത ശിശുവിനെ വിൽക്കുന്നു 4 ലക്ഷം രൂപക്ക്. ആ 4 ലക്ഷം രൂപയിൽ മാതാവിന് കിട്ടിപ്പോടിച്ച വിഹിതം പോരാതെ വന്നപ്പോൾ മാതാവ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ജനിച്ച് ഏതാനും 12 or 14 ദിവസമായ കുഞ്ഞിനെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് 4 ലക്ഷം രൂപക്ക് വിറ്റു എന്ന്. ദാരിദ്ര്യത്തെ ഭയപ്പെട്ടിട്ടാണത്രേ, എങ്ങനെ വളർത്തുമെന്ന് പേടിച്ചിട്ടാണത്രേ, കുഞ്ഞുങ്ങളെ വളർത്താൻ കോലമില്ലാതെ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ മക്കളെ വളർത്തുക എന്ന് പേടിച്ചത് കൊണ്ടാണത്രേ മാതാവിന്റെ മാതാവും കൂടിയിട്ട് 4 ലക്ഷം രൂപക്ക് കുഞ്ഞിനെ വിറ്റത്. അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ പറയുന്നുണ്ട്, വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട്, എങ്ങനെ വളർത്തുമെന്ന് പേടിച്ചുകൊണ്ട്, എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കുമെന്ന് പേടിച്ചുകൊണ്ട് നിങ്ങളെ മക്കളെ കൊല്ലരുത്. അത് ഗർഭസ്ഥ ശിശുവിലാണെങ്കിലും അതല്ലാത്ത സമയത്താണെങ്കിലും നിങ്ങൾ മക്കളെ കൊല്ലരുത്. എന്നിട്ട് പടച്ച തമ്പുരാൻ പറയുന്നുണ്ട്, നഹ്നു നർസുഖുഹും, അവർക്ക് റിസ്ക് കൊടുക്കുന്നത് നാമാണ്, വഇയ്യാകും, നിങ്ങൾക്കുള്ളത് നൽകുന്നതും നാമാണ്. അല്ലാഹു തആല പറയുന്നു, എങ്ങനെ വളർത്തുമെന്ന് പേടിച്ചിട്ടാണോ നിങ്ങളെ മക്കളെ കൊന്നുകളയുന്നത്? എങ്ങനെ ഭക്ഷണം കൊടുക്കുമെന്ന് പേടിച്ചിട്ടാണോ നിങ്ങളെ വളർത്തിയത്? ഞാനാണ്, അതുപോലെ അവരെ വളർത്തുന്നതും ഞാനാണെന്ന് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന ഖത്ലഹും കാന ഖിത്വഅൻ കബീറാ. സൂറത്ത് ഇസ്രാ 31-ാമത്തെ ആയത്താണ്. അങ്ങനെ മക്കളെ കൊന്നുകളയല്, മക്കളെ നിങ്ങൾ കൊന്നുകളയല് ഖിത്വഅൻ കബീറാ, അത് വൻ അപരാധമാണ്, അത് വലിയ പാപമാണ്. ചിന്തിക്കണം, ഒരു വർഷത്തിനിടയിൽ 18,000 കുഞ്ഞു മക്കളാണത്രേ ഔദ്യോഗിക കണക്കനുസരിച്ചിട്ട് ഗസയുടെ മണ്ണിൽ പെടഞ്ഞു തീർന്നത്. ഔദ്യോഗികമായ കണക്കാണ്. അനൗദ്യോഗികമായ കണക്കനുസരിച്ചാണെങ്കിൽ 38,000-ന് മുകളിലാണ്. ഗസയിൽ ഇപ്പോൾ മദ്രസകൾ തുറക്കുന്നില്ല. ഫലസ്തീനിന്റെ മണ്ണിൽ ഇപ്പോൾ മദ്രസകളോ സ്കൂളുകളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ തുറക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. കാരണം അവിടെ
അവിടേക്ക് പറന്നു ചെല്ലാൻ പൂമ്പാറ്റകളെ പോലെ കുഞ്ഞുമക്കളില്ല. 18,000 മക്കളിന്ന് ജീവൻ വെടിഞ്ഞ് പറന്നുപോയി. 17,000-ത്തിലധികം മക്കൾക്ക് അംഗവിച്ഛേദനം സംഭവിച്ചു പോയത്രേ. 17,000-ത്തിലധികം മക്കൾക്ക്. ഇത് UN-ന്റെ കണക്കാണ്, ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗികമായ കണക്കാണ്. അനൗദ്യോഗികമായ കണക്ക് എത്രയോ മുകളിലാണ്. 17,000-ത്തിലധികം